ജിമ്മി, ഇന്നിപ്പോൾ രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തെ നമ്മൾ കാണുകയും രാഹുൽ രാജിവെക്കാൻ വരുന്നു എന്നതായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെ വന്ന് തനിക്ക് പറയാനുള്ള ഒരു കാര്യം അതുമാത്രം സെലക്റ്റീവായിട്ട് അടർത്തിയെടുത്ത് അതും വളരെ ദുർബലമായൊരു പ്രതിരോധം തീർത്ത് മറ്റുള്ള ഒരു ചോദ്യവും ഫേസ് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് മിക്കവാറും എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണെങ്കിലും VM സുധീരനാണെങ്കിലും VD സതീശനാണെങ്കിലും ഈവൻ സണ്ണി ജോസഫ് ആണെങ്കിലും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുലിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഇപ്പോഴും രാജിവെച്ചിട്ടില്ല, തുടരുകയാണ്. രാഹുൽ പുറത്തേക്കോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ, സംശയമൊന്നുമില്ല. കാരണം ബാക്കി എല്ലാവരും ആ കാര്യത്തിൽ ഒരൊറ്റ നിലപാടെടുത്തു കഴിഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളിതെല്ലാം കാണുമ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു പടം ഇട്ടിട്ട് അതും രാഹുൽ ഇതും രാഹുൽ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി ആക്രമിച്ചു. എന്നിട്ടും അയാൾ തല ഉയർത്തിപ്പിടിച്ച് നിന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പോസ്റ്റാണ്. അതായത് ഞാനും രാഹുലും ഒരുപോലെയാണ് എന്ന് പറയാൻ ഇന്ന് തോന്നിയ ധൈര്യം. അതായത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ വനിതാ കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം ഇയാൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ പരസ്യമായി ദുർബലമായി കൂടെയുള്ള സുഹൃത്ത് പാലക്കാട് MP മാത്രം നിൽക്കുകയും ബാക്കി എല്ലാവരും എതിർത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പോസ്റ്റർ കാണിച്ച ഒരു ധൈര്യത്തിലൂടെ എത്രത്തോളം അദ്ദേഹം അപഹാസ്യനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഴമാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനമാണ് ഈ മാനിപ്പുലേഷൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. മാനിപ്പുലേഷൻ്റെ ക്ലാസിക് എക്സാമ്പിൾ അവന്തിക എന്ന് പറഞ്ഞ ഒരു ട്രാൻസ് വുമൺ അവർ വന്ന് പറയുകയാണ്, അവസാന നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിളിച്ച പോസ്റ്റ് അടക്കം കാണിച്ചുകൊണ്ട്, ഫോൺ കോൾ അടക്കം കാണിച്ചുകൊണ്ട് പറയുകയാണ്, എന്നോട് വളരെ മോശമായി ഇയാൾ പെരുമാറിയിട്ടുണ്ട് ഫോണിലൂടെ. എനിക്ക് ഇനി ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല എന്താണ് പറഞ്ഞതെന്നുള്ളത്, നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വന്നിട്ട് വളരെ നാടകീയമായി ഒരു 20 ദിവസം മുമ്പത്തെ ഇവരെനിക്ക് ഒരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ അവർ പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചു, അതിൻ്റെ ചാറ്റും അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങും താങ്കൾക്ക് അയച്ചു തരികയാണ്. ഇങ്ങനെ ചെയ്ത ഒരു സ്ത്രീ തിരിച്ച് ഇപ്പോൾ മാറ്റി പറയുന്നെങ്കിൽ അതിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്ന മട്ടിൽ ഒരു വലിയ പുകപടലം തീർത്തുകൊണ്ട് അവസാന നിമിഷം രക്ഷപ്പെടാനുള്ള ഒരു ദുർബലമായ ശ്രമമാണ് നടത്തിയത്. അപ്പോൾ തന്നെ അവന്തിക മറുപടി പറഞ്ഞു. അവന്തികയുടെ മറുപടി കേരളത്തിലെ, ഇന്ത്യയിലെ ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് കാലത്തെ മറുപടിയാണ്. ഒരു വളരെ പവർഫുള്ളായ ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ ചോദിക്കാറില്ല, എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ല, എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല, എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്ന അതേ സാധനം പേടിച്ച ഒരു സ്ത്രീ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ നേരെ രാഹുലിൻ്റെ അടുത്തല്ല പിന്നെ ആരുടെ അടുത്താ പോവുക? ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാനെന്താ ചെയ്യേണ്ടത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. അത് വലിയ തെളിവാക്കി എടുത്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് അവന്തി എന്ന് മറുപടി പറഞ്ഞു, ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഇയാളോട് ഇതെല്ലാം പറഞ്ഞത്. അതിനുശേഷം പുറത്തേക്ക് ഓരോരുത്തർ വന്നപ്പോൾ ഞാനും പറഞ്ഞു, ഇനി ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. രാഹുലിൻ്റെ ആ വാർത്താ സമ്മേളനത്തിലെ പുകപടലത്തിന് ഒരു 5 മിനിറ്റിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എല്ലാവരും കൃത്യമായി തീർത്തു കൊടുത്തു. പക്ഷേ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലെ അവസാന നിമിഷത്തെ ധൈര്യം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ഏറെക്കുറെ നേതാക്കളും ഒക്കെ ഒരേ സ്വരത്തിൽ ഇയാൾ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ തിരിച്ച് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാതെ പറയുന്നു, ഒരു ആരോപണത്തിൻ്റെ പുകമുറയുയർത്തുന്നു. എന്നിട്ട് ഒരു കാര്യവും കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു, എനിക്കിനിയും നിങ്ങളെ കാണേണ്ടി വരും, എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പുതിയൊരു തന്ത്രം കൂടി എടുക്കുകയാണ്. ബ്ലാക്ക് മെയിലിംഗ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തെടുത്തൊരു കാര്യം. ആ ചോദ്യം, ആ അറിയിപ്പ് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ്സിലെ ഏതോ പ്രധാനപ്പെട്ട നേതാക്കളെയോ കോൺഗ്രസ്സിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവിനെയോ ഉദ്ദേശിച്ചായിരിക്കണം. അതല്ലെങ്കിൽ ഈ തനിക്കെതിരെ ഉള്ള പരാതി പറയാൻ സാധ്യതയുള്ള പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളുടെ സ്ത്രീ ശബ്ദത്തിൻ്റെ ഉടമകളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്തു പറയും എന്നതുമാവാം. നോക്കൂ, എങ്ങനെയാണ് ഒരാൾ ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ആരെയൊക്കെ പുകമുറയിൽ നിർത്തി, ആരെയൊക്കെ മുൾമുനയിൽ നിർത്തി, ആരെയൊക്കെ വിരട്ടി. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിലെ ബൈറ്റ് എടുത്ത സാധാരണയിൽ കേട്ടാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല. ഇതാണ് മാനിപ്പുലേഷൻ്റെ മാസ്റ്റർ കളി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമായി പലരും വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ, പ്രണയത്തിലിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇയാൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇയാളെടുത്ത് പുറത്ത് കൊടുക്കുമോ, അതോടുകൂടി ഉള്ള മാനം കൂടി പോകുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഊഹമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് ചെയ്തവരെല്ലാം പേടിക്കണം, എല്ലാവരും പേടിക്കണം. അപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ വെളിയിൽ വരും, ഞാൻ ചത്താൽ നിങ്ങളും ചാകും എന്നുള്ളതാണ്. അങ്ങനെ
ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന രാത്രിയും പയറ്റുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് തന്ത്രം. നോക്കൂ, ഇപ്പോഴും ഒരു പരാതി പോലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ചോദിക്കുകയാണ്, ഇപ്പോൾ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ആളുകൾ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോക്കൂ, പരാതിയുണ്ടോ, ആരാണ് ആ സ്ത്രീ, ഇത്തരം ചോദ്യങ്ങളാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളെ അറിയാം, ഇതിനൊരു ഉറവിടമുണ്ടെന്നും അറിയാം, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊരു വലിയ പ്രൊഡക്ടറായിരുന്നു എന്നുള്ളത്. പക്ഷേ കൃത്യമായ തെളിവുകളും ശബ്ദത്തിൻ്റെ ഉത്തരവാദികളും പുറത്തു വരാത്തിടത്തോളം കാലം നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സേഫ് ആക്കാനാണ്. അത് സേഫ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി ഇതെല്ലാം കള്ളക്കഥയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജീവമാവുകയും ചെയ്യും. ഇതാണ് പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിലടക്കം ആ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസിന് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിയിലേക്ക് നയിച്ചത് കോൺഗ്രസിനകത്തുള്ള ആരുടെയെങ്കിലും ധാർമ്മിക പ്രശ്നമോ ഒന്നുമായിരുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിഷയം ഉന്നയിച്ചതും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയതും. ഈ വിഷയം ഒന്ന് അടുത്ത ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താ, ഈ വിഷയത്തിൽ രാജി വേണോ വേണ്ടെന്നുള്ള ഞങ്ങൾ പറയുന്നില്ല, അത് അവരുടെ കാര്യമാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് എന്താണ് പറഞ്ഞത്, അയാളെ പാർട്ടി പദവിയിൽ നിന്ന് പുറത്താക്കും, അതോടെ വിഷയം അവസാനിക്കും. അതോടെ വിഷയം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഓരോരോ തെളിവുകളായി പുറത്തു വിട്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മനുഷ്യർ മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തത്, എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ എന്ന് ചർച്ച ചെയ്തത് ഈ വാർത്തകൾക്ക് പിന്നാലെയാണ്. അതോടുകൂടിയാണ് DYFIയും ആദ്യം BJP, ആ ക്രോണോളജി പറയണം, ആദ്യം BJP അതിനുശേഷം DYFI ഇങ്ങനെ തെരുവിൽ വലിയ സമരങ്ങളിലേക്ക് പോയത്. അതോടുകൂടിയാണ് മെല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് പറയേണ്ടി വന്നു. ഇപ്പോഴും ഔദ്യോഗികമായി CPMൻ്റെ നിലപാട് അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി പറയുന്നതാണ് നിലപാട്. പക്ഷേ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, DYFIക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത CPMൻ്റെ നേതാവും പറഞ്ഞത്, CPM അങ്ങനെ പറഞ്ഞു, പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പദവിയിലിരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയാണ്. CPMോ കോൺഗ്രസോ ഒന്നുമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളുമാണ് ഈ മനുഷ്യൻ പുറത്തേക്ക് പോകണം, ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ജനങ്ങളുടെ വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നുണ്ടെങ്കിൽ രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഒരു കാരണവശാലും കോൺഗ്രസിനോ CPMനോ ഇതൊരു പ്രീസിഡൻസ് ആയിപ്പോയാൽ പെട്ടുപോകും. ഒരു ജനപ്രതിനിധി രാജിവെക്കുക എന്നുള്ളത് ഇന്നേ വരെ ഈ സ്ത്രീപീഡന കഥകളുടെ ആരോപണങ്ങളുടെ കാലത്തിലില്ല. ഇങ്ങനെ വന്നാൽ ഇനി അങ്ങോട്ട് ഒരു തവണ രാജിവെച്ചാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? കോൺഗ്രസിന് വളരെ എളുപ്പമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ എളുപ്പം തള്ളിക്കളയാം. വളരെ മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ മറക്കും, എന്നിട്ട് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, നല്ലതാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു പൊൻതൂവൽ കൂടി അവരുടെ തൊപ്പിയിൽ എടുത്തു വയ്ക്കും. എന്താ ഗുണം? ഒരു കാരണവശാലും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നേട്ടം കോൺഗ്രസ്സിന്. ധാർമ്മികതയുടെ ഒരു പ്രൊഡക്ടറായ മനുഷ്യനെ പുറത്താക്കിയതിൻ്റെ എല്ലാത്തിൻ്റെയും നേട്ടം കോൺഗ്രസ്സിന്. ഒരു നഷ്ടവും ഉണ്ടാകില്ല. അയാളെ പുറത്താക്കിയതിൻ്റെ നേട്ടം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് കിട്ടുകയും ചെയ്യും. നഷ്ടം രാഹുലിന് മാത്രമേ ഉള്ളൂ. ഇതാണ് കോൺഗ്രസിൻ്റെ പ്ലാൻ. CPM എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മടിച്ചത്? CPM രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചോദ്യം മുകേഷിൻ്റെ കാര്യം വരും. അപ്പോൾ മുകേഷിൻ്റെ കാര്യം വരുമ്പോൾ തിരിച്ച് CPMൻ്റെ ഭാഗത്തു നിന്ന് രാജിവെക്കാത്ത കോൺഗ്രസ് MLA-മാരായ വിൻസെൻറ്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും വരും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്ക വിതർക്കങ്ങളുടെ കാലമായി മാറും. ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിച്ചതല്ല. ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും അവരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച അജണ്ടയിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി പുതിയ നോർമലാണ്. ഈ വിഷയം കഴിഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള വിഷയങ്ങളിൽ മുൻപ് ചെയ്ത കാര്യങ്ങൾ, ഇനി അന്ന് ചെയ്യാതിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ജനം ചർച്ച ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുമ്പോൾ അന്ന് ചെയ്യാതിരുന്നതിന്, അന്ന് രാജിവെക്കാത്തതിന്, അന്ന് ചെയ്ത നടപടിക്ക് എല്ലാത്തിനും അവർ സമാധാനം പറയേണ്ടി വരും. ഒരൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് VD സതീശന് കൊടുത്ത പരാതി അദ്ദേഹം മുക്കിവെച്ചത്? അതൊരു പിതൃതുല്യമായ വാത്സല്യം കൊണ്ടാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിനെതിരെ വലിയ വിമർശനമാണ്. ഇപ്പോൾ രാജി വന്നു കഴിയുമ്പോൾ അടുത്ത ചോദ്യം വരും, ജോസഫൈൻ വനിതാ കമ്മീഷൻ ചെയർമാനായിരുന്നു, ഇതുപോലെ തന്നെയല്ലേ പറയുന്നത്? ഓർമ്മയുണ്ടോ? PK ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കൊരു കോടതിയുണ്ട്, പാർട്ടി കോടതിയും പോലീസ് സ്റ്റേഷനുമാണ്, അവിടെ തീർക്കും. പരാതിക്കാരിക്ക് അവിടെയാണ് പരാതി കൊടുക്കാൻ താല്പര്യമെങ്കിൽ ഞങ്ങൾക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ആ വിഷയം പുറത്തു വരും. കാരണം ഇവിടെയും അങ്ങനെയാണല്ലോ, പരാതിക്കാരി ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ VD സതീശൻ ചെയ്തതിൽ എന്താ തെറ്റ്? ചുരുക്കി പറഞ്ഞാൽ ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ എങ്ങനെയാണോ ഇതുവരെ
കേരളത്തിലെ ഇടത് വലത് BJP പാർട്ടികളും മുന്നണികളും എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുന്ന ഒരു വാട്ടർഷെഡ്, ഒരു ചരിത്ര മുഹൂർത്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ MLA സ്ഥാനം പോയാൽ ഉണ്ടാവുക. ഇതുവരെ ഒരു പാർട്ടി നേതാക്കളും പാർട്ടികളും മുന്നണികളും ചെയ്യാത്തൊരു കാര്യം നടക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളതിനുള്ള ഉത്തരം കൃത്യമായി അവർ പറയേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണം, ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങളുടെ അടുത്തൂടെയെങ്കിലും പോകാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഭയക്കും, നല്ലപോലെ പേടിക്കും. കാരണം പോകാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരുപാട് പദവികളാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചനും മച്ചമ്പിയും കളിച്ച് കാര്യങ്ങൾ ഒതുക്കുകയായിരുന്നു പതിവ്. അതുണ്ടാവില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വെച്ച അജണ്ടയിലേക്ക് കാര്യങ്ങളെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മിക്കവാറും നാളെ രാജിവെക്കുന്നതോടുകൂടി കേരളത്തിൽ പുതിയൊരു നോർമൽ വരികയാണ്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നാൽ ആ നിമിഷം അയാൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു വഴക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും. വളരെ വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുമ്പ് ചെയ്ത തെറ്റ്, പാർട്ടിക്ക് പരാതി കിട്ടിയാൽ അത് പാർട്ടി തീരുമാനിച്ചോളും, പാർട്ടിക്ക് പരാതി കിട്ടിയാൽ പിതൃതുല്യമായ വാത്സല്യത്തോടു കൂടി അത് ഞങ്ങൾ തീർത്തോളാം, പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, അതിനുശേഷം അയാൾക്ക് വേറെ എന്തെങ്കിലും പദവി കിട്ടിയാൽ അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതോടുകൂടി അവസാനിക്കുവാനാണ് സാധ്യത. അങ്ങനെ അവസാനിക്കട്ടെ. Meet the editors.